കർത്താവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നിങ്ങളെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു ദൈവ ശബ്ദം നിങ്ങളുമായിട്ട് പങ്കുവച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, പിശാചിന് ഒരിക്കലും ഇഷ്ടമല്ലാത്ത ചില വാക്കുകളുണ്ട്. അത് ദൈവസിംഹാസനത്തിൻ്റെ വാക്കുകളാണ്. അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അതൊരിക്കലും പിശാച് ഒരു സഭയിലോ ഒരു വീട്ടിലോ കേൾക്കുന്നത് പിശാചിന് താല്പര്യമില്ല. അത് കേൾക്കുമ്പോൾ പിശാച് ഭയപ്പെടാനിടയായിത്തീരും. അങ്ങനെ കേൾക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദമാണ് സ്വർഗത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം, ഹോളി ഹോളി ഹോളി, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ വാക്ക് ദൈവസിംഹാസനത്തിൻ്റെ വാക്കും സ്വർഗത്തിൻ്റെ അന്തരീക്ഷവുമാണ് ഹോളി എന്ന് പറയുന്നത്. ആ ശബ്ദം ഒരിക്കലും ഒരാളുമായിട്ട് കണക്റ്റ് ആകാനോ, ആ വാക്കൊരു വീട്ടിലോ ഒരു സഭയിലോ ഒരു വ്യക്തിയിലോ മാനിഫെസ്റ്റ് ചെയ്യാനോ പിശാച് ആഗ്രഹിക്കത്തില്ല. കാര്യം വിശുദ്ധി ഉള്ള സ്ഥലത്ത് അവന് നിൽക്കാൻ പറ്റത്തില്ല. അതവനെ വളരെ ഭയപ്പെടുത്തുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ അതേ അർത്ഥം വരുന്ന പല വാക്കുകളും പിശാചിന് വളരെ ഭയപ്പെടുത്തുന്ന വാക്കുകളാണ്. വിശുദ്ധി എന്ന് പറയുന്ന വാക്ക് പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത വാക്കും. ആ വിശുദ്ധി പ്രസംഗിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വിശുദ്ധമായത്, പരിപാവനമായത്, പവിത്രമായത്, നിർമ്മലമായത്, നിർദോഷമായത്, ഇത്തരം വാക്കുകൾ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ സ്വർഗസിംഹാസനത്തിൻ്റെ വാക്കുകളായതുകൊണ്ടും ആ വാക്കുകൾ ഉള്ള സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനങ്ങൾ അതിശക്തമായതുകൊണ്ടും ആ വാക്കുകൾ പിശാച് കേൾക്കുമ്പോൾ വളരെ ഭയപ്പെടാനിടയായിത്തീരും. അത് ദൈവസിംഹാസനത്തിൻ്റെ വാക്കാണ്, ദിവ്യമായത് എന്നൊക്കെയുള്ള വാക്കുകൾ. എന്നാൽ ഇതിൻ്റെ കൗണ്ടർ ഫീറ്റ് നടത്താൻ വേണ്ടി, കൗണ്ടർ അറ്റാക്ക് നടത്താൻ വേണ്ടി എപ്പോഴും സാത്താന്യ സിംഹാസനങ്ങളും ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും എപ്പോഴും അവരുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന, പിശാചിൻ്റെ സിംഹാസനത്തിൽ നിന്ന് വരുന്ന വാക്കുകളുമായിട്ട് ആളുകളെ കണക്ട് ചെയ്യിപ്പിക്കാൻ പിശാച് ആഗ്രഹിക്കും. ഹോളി എന്ന വാക്കിന് എതിരെ പിശാച് ഉപയോഗിക്കുന്ന വാക്കാണ് അശുദ്ധി എന്ന വാക്ക് എന്ന് പറയുന്നത്. ലവ് എന്ന വാക്ക് ദൈവസിംഹാസനത്തിൻ്റെ വാക്കും ലസ്റ്റ് എന്ന വാക്ക് പിശാചിന്റെ വാക്കുമാണ്. ലവ്, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിന്റെ എല്ലാം പുറകിൽ നിൽക്കുന്നത് ദൈവമാണ്. പക്ഷേ ലസ്റ്റിന്റെ പുറകിലെ ആള് പൈശാചിക ശക്തിയാണ്. എന്നാൽ നമ്മുടെ വീടുകളിൽ ഒരിക്കലും ഈ ദൈവസിംഹാസനത്തിൻ്റെ വാക്കുകളോ, നമ്മുടെ ആരുടെയും ചർച്ചിനകത്തോ നമ്മുടെ ആരുടെയും ജീവിതത്തിലോ ദൈവസിംഹാസനത്തിൻ്റെ വാക്കുകൾ വരുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് എപ്പോഴും പിശാച് ഉപയോഗിക്കുവാനും നമ്മൾ നിൽക്കുന്നത് കാണുവാനും പിശാചിന് ഇഷ്ടമായത് വികൃതമായത്, വിരൂപമായത്, കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്തത്, നന്നാക്കാൻ പറ്റാത്തത്, ഇടപെടാൻ പ്രയാസമുള്ളത്, ഭീവത്സമായത്, മ്ലേച്ഛമായത്, തകർന്നുപോയത്, ഇത്തരം വാക്കുകൾ പിശാചിന് ഒത്തിരി ഇഷ്ടമുള്ളതും അവനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ ഈ വാക്കുകൾ മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുവാനുമാണ് പിശാചിന് ഇഷ്ടം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ ചർച്ചിലും നിങ്ങളുടെ വീട്ടിലും ഒരിക്കലും പിശാചിന്റെ സിംഹാസനത്തിൻ്റെ വാക്കുകൾ അശുദ്ധി, ഭീവത്സം, മോശമായത്, തകർന്നുപോയത്, മ്ലേച്ഛമായത്, വിരൂപമായത്, ഇതൊന്നും മുഴങ്ങി കേൾക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മുടെ വീട്ടിൽ സ്വർഗത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ പാടുന്ന പാട്ട് ഹോളി ഹോളി ഹോളി. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു അന്തരീക്ഷം, നിങ്ങൾ കേൾക്കുന്ന വീടിനകത്ത്, നിങ്ങൾ താമസിക്കുന്ന അന്തരീക്ഷത്തിനകത്ത്, നിങ്ങളുടെ ആറ്റ്മോസ്ഫിയറിനകത്ത് ഒക്കെ ദൈവസിംഹാസനത്തിൻ്റെ വാക്കുകൾ മുഴങ്ങി കേൾക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ തലമുറകളുമായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം പവിത്രമായത്, നിർമ്മലമായത്, ദിവ്യമായത്, സൗന്ദര്യമുള്ളത് എന്നുള്ള വാക്കുകൾ നമ്മുടെ ചർച്ചിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ തലമുറകളിലും ഒക്കെ
തലമുറ തലമുറ തലമുറയായി സ്വർഗസിംഹാസനത്തിൻ്റെ വാക്കുകൾ നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ദേശങ്ങളിൽ, ഏതെങ്കിലും കുടുംബങ്ങളിൽ, ഏതെങ്കിലും സഭയിൽ പൈശാചിക സിംഹാസനത്തിൻ്റെ വാക്കുകൾ ഉയർന്നു നിൽക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാനതിനെ ശാസിക്കുന്നു, അതിനെ അമർച്ച ചെയ്യുന്നു. സ്വർഗസിംഹാസനത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങട്ടെ. ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്കുക. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.